ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ, അതായത് സിനിമ പോലെയുള്ള ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കടന്നു പോകാൻ സാധ്യതയുള്ള എല്ലാ മുഹൂർത്തങ്ങളും കോർത്തിണക്കിയ ഒരു സിനിമയാണ് മോളിവുഡ് ടൈംസ്. ഹായ്, ദിസ് DTH. ഒരു സാധാരണ സിനിമ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. നസ്ലിൻ, സംഗീത് പ്രതാപ്, ഷറഫുദ്ദീൻ, ജഗദീഷ് തുടങ്ങിയ വൻ താരനിര. ഓൺ സ്ക്രീനിൽ, ഓഫ് സ്ക്രീനിൽ അഭിനവ് സുന്ദർ നായക്, രാമു സുനിൽ, ജേക്സ് ബിജോയ്, ആഷിഖ് ഉസ്മാൻ. രാമു സുനിലിൻ്റെ എടുത്ത് പറയാതെ വയ്യ. കാരണം അതിമനോഹരമായ ഡയലോഗ്സ്. അതായത് നമ്മൾ അഭിനവ് സുന്ദർ നായകിനൊക്കെ അറിയാമല്ലോ, പൊതുവെ കോക്കിയായിട്ടുള്ള കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ചിന്തകളുള്ള മനുഷ്യനാണ്, അല്ലെങ്കിൽ സിനിമയിൽ അത്തരം ചിന്തകൾ ആവിഷ്കരിക്കുന്ന മനുഷ്യനാണ് അഭിനവ് സുന്ദർ നായക്. അഭിനവ് സുന്ദർ നായക്കും രാമു സുനിലും കൂടെ ചേർന്നപ്പോൾ ഉഗ്രൻ. അതായത് എഴുത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ പറയുന്നത്, ബാക്കി ഞാൻ പറയാം. അതിന് മുമ്പ് എഴുത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാമു സുനിൽ രേഖാചിത്രത്തിൻ്റെ കോറൈറ്ററാണ്. അഭിനവ് സുന്ദർ നായകൊക്കെ അറിയാം, ഇതിനു മുമ്പുള്ള പടം, ഡെബ്യൂ പടം ഉണ്ണി മുകുന്ദൻ അസോസിയേറ്റ്സ് ആണ്. അതും ഇത് കണക്ക് വളരെ കോക്കി ആയിട്ടുള്ള ഡാർക്ക് കോമഡിയുള്ള ഭയങ്കര കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അത് കണക്കാണ് ഇതും. ഇതിന് ഇച്ചിരി നീളം കൂടി പോയ സംശയമുണ്ട് സിനിമയ്ക്ക്, അത്രേ ഉള്ളൂ. ഇടയ്ക്ക് കുറേ പാർട്സൊക്കെ കുറച്ച് കൺവല്യൂട്ടഡ് ആണ്, കുറച്ച് കൺഫ്യൂസിങ് ആണ്. നമ്മൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ എന്തായിരുന്നു സംഭവിച്ചെന്ന് കുറച്ച് ആലോചിച്ചെടുക്കേണ്ടി വന്നു എനിക്ക്. കുറേ ട്വിസ്റ്റ് ഉണ്ട്, കുറേ ടേൺസ് ഉണ്ട്. അത് ഒരുപക്ഷെ കുറയ്ക്കാമായിരുന്നു, അല്ലെങ്കിൽ ചില സമയത്ത് ഇച്ചിരി ഡോക്യുമെൻ്ററി പോലെ പോകുന്നുണ്ട്, അതും വേണമെങ്കിൽ കുറയ്ക്കാമായിരുന്നു. അതായത് ഡോക്യുമെൻ്ററി ഉദ്ദേശിച്ചത് ഒരു മോശം രീതിയിലല്ല. ഒരു പക്ഷേ പിൽക്കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നല്ല സിനിമയായിട്ട് ഇപ്പം തോന്നിയില്ലെങ്കിൽ പോലും പിൽക്കാലത്ത് ഒരു നല്ല സിനിമയായിട്ട് വരാൻ സാധ്യതയുള്ള സിനിമയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് മോശം സിനിമയാണെന്നല്ല. ഒരു പക്ഷേ ചിലർക്ക് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. പക്ഷേ നേരത്തെ പറഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയുടെ ഈ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഇൻഡസ്ട്രി എങ്ങനെയായിരുന്നു അറിയണമെങ്കിൽ ഒരു പക്ഷേ ഈ പടം എടുത്ത് നോക്കിയാൽ മതി. അഭിനവ് സുന്ദർ നായകന് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് പോലെ തോന്നി, അല്ലെങ്കിൽ രാമു സുനിലിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് പോലെ തോന്നി മലയാള സിനിമയെക്കുറിച്ച്. അപ്പം അതെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് ടച്ച് ചെയ്യാത്ത ഒരു ഭാഗമുണ്ടോ. അതായത് ഒരു ബഡ്ഡിങ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബഡ്ഡിങ് ഫിലിം മേക്കർ കടന്നു പോകാൻ സാധ്യതയുള്ള ഓൾമോസ്റ്റ് കൊച്ചിലെ മുതൽ ഓൾമോസ്റ്റ് ബ്രേക്ക് പോയിന്റ് വരെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഒരു ഡിസഗ്രിമെൻ്റ് എനിക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ, പേഴ്സണലി ഇതിൻ്റെ അകത്ത് ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. കാരണം ആ പടം തുടങ്ങുന്നത് ആ രീതിയിലാണ്. പടം തുടങ്ങുന്നത് വളരെ മനോഹരമായിട്ടാണ്, അത് വേറെ കാര്യം. പടം ജഗദീഷിൻ്റെ ക്യാരക്ടറും കൂടുതൽ പറയാനും പറ്റുന്നില്ല, പക്ഷെ ഈ സ്പോയിലേഴ്സ് ആയി പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷെ ഒരുപാട് വളരെ രസകരമായ തുടക്കം. അതായത് ഒരുപക്ഷെ നമ്മളും ഒരുപക്ഷെ ഒരു സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു ബാല്യകാലമാണല്ലോ നമ്മുടെ പൊതുവെ എല്ലാവർക്കും. ഇപ്പോൾ മെജോറിറ്റി ആൾക്കാർക്കും സിനിമകൾ കണ്ട് വളർന്ന ആൾക്കാരാണല്ലോ. അപ്പം അവർ കടന്നു പോകാൻ സാധ്യതയുള്ളൂ. അതായത് ഇപ്പോൾ DTS സൗണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഒന്നെങ്കിൽ രാമു സുനിലിൻ്റെ ബയോഗ്രഫിയാണ്, അല്ലെങ്കിൽ ബയോഗ്രഫി എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടലി അല്ല, പക്ഷേ ഭയങ്കര രീതിയിൽ പല രീതികളിൽ ഓട്ടോബയോഗ്രഫിക്കലാണ്. ഒന്നെങ്കിൽ രാമു സുനിലിൻ്റെ, അല്ലെങ്കിൽ അഭിനവ് സുന്ദർ നായകിൻ്റെ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ സിനിമാ പ്രേമിയുടെയും ഒരു ക്രോസ് സെക്ഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന കണക്കുള്ളൊരു സിനിമയാണ്. പ്രത്യേകിച്ച് തുടക്കം, അതായത് നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, സിനിമകൾ പണ്ടുതൊട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഏകദേശം ഇതെല്ലാം കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ വളരെ വലുതായിട്ടല്ലെങ്കിൽ പോലും ചെറിയ രീതികളിൽ പോലും എന്തെങ്കിലുമൊക്കെ ഒന്ന് മൊബൈലിൽ പിടിച്ചു നോക്കുക, ഷോർട്ട് ഫിലിം പിടിച്ചു നോക്കുക, അല്ലെങ്കിൽ DTS എന്താണെന്ന് അറിയുക. DTSൻ്റെ ആ തുടക്കം കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടല്ലോ. അപ്പം ഇപ്പോഴും ഞാൻ ആസ്വദിക്കുന്ന സംഭവമാണ് ഡോൾബി അറ്റ്മോസ്ഫിയർ കാണിക്കുമ്പം ഇപ്പോഴും കണ്ണടച്ചിരുന്ന മറ്റേ സറൗണ്ട് സൗണ്ട് ഇപ്പോഴും ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതേ കണക്ക് DTS ഇറങ്ങിയപ്പോഴും ഇത് കണക്ക് ശ്രദ്ധിച്ചിരുന്ന ആ സൗണ്ട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതേ കണക്കാണ് ഇതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സും ഒക്കെ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു ക്യാരക്ടർ അതിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ റിലേറ്റബിൾ ആണ്. അത് മാത്രമല്ല
ഇപ്പോൾ ഒരുപക്ഷെ ജേർണലിസ്റ്റും ആവാം, അല്ലെങ്കിൽ സിനിമയാവാം, അല്ലെങ്കിൽ സീരിയലാവാം, അല്ലെങ്കിൽ അഡ്വർടൈസിങ് ആവാം, അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രി ആവാം. ഒരുപക്ഷെ പല ഇൻഡസ്ട്രീസിലും ആം, ഇതുണ്ടാവാം, ഈ രീതികൾ പല. അപ്പോൾ അത് നമുക്ക് അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് റിലേറ്റഡ് ഒരാളാണെങ്കിൽ, എന്നെപ്പോലെ ഒരാളാണെങ്കിൽ അത് അത് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കൊച്ചു കൊച്ചു കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് മോളിവുഡ് ടൈംസ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ ഒരു പക്ഷേ സ്പോയിലർ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി തുറന്ന് കാണണമെന്നില്ല. സിനിമ കണ്ടവരാണെങ്കിൽ കണ്ടോളൂ. ഇതിൻ്റെ അകത്ത് ഒരുപാട് സ്ട്രോങ് പെർഫോമൻസസ് ഉണ്ട്. നസ്ലിനാണെങ്കിലും സംഗീത് പ്രതാപ് ആണെങ്കിലും ജഗദീഷ് ആണെങ്കിലും ബാലതാരങ്ങളാണെങ്കിലും ഒരുപാട് പേരുടെ വളരെ വളരെ മനോഹരമായ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. പക്ഷെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇത് തന്നെയാണ്, ഡയലോഗ് റൈറ്റിംഗ്. ഈ റൈറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉഗ്രനാണ്, പ്രത്യേകിച്ച് ഡയലോഗ്സ്. രാമകൃഷ്ണന്റെ ഡയലോഗ്സ് ആണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ ഡയലോഗ്സ് എന്ന് വെച്ചാൽ വളരെ പാസിംഗ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഡയലോഗ്സ് ഒരുപാടെണ്ണം ഉണ്ട്. പക്ഷേ ഇതൊക്കെ അതായത് ചേസ് റെപ്യൂട്ടേഷൻ ഗ്രേറ്റ്നെസ് വിൽ ഫോളോ, അല്ലെങ്കിൽ അപ്പം ഇതൊന്നും ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, ഇത് വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ എന്നുള്ളതല്ല. ഇതൊക്കെ ഓരോ ക്യാരക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളാണ്. ഗ്രേ ആണ്, അല്ലെങ്കിൽ ഗ്രേ ആയിട്ട് കണക്കാക്കാൻ ചില കാര്യങ്ങൾ. അത് കണക്ക് തന്നെ സത്യം കണ്ടിട്ടുള്ള മരണത്തെക്കാൾ നല്ല നുണ കണ്ട് വിശ്വസിച്ചുള്ള മരണമാണെന്നൊക്കെ പറയുന്നത് ഇത് പാസിംഗ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ വളരെ വളരെ ഫിലോസഫിക്കലും സൈക്കോളജിക്കലും ഡാർക്കുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്ന സിനിമയാണ്. ശരിക്കും ചിന്തിപ്പിക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ വീണ്ടും ഇതാണ് ഓരോ ഡയലോഗ്സ് ഒക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ആലോചിച്ച് ജീവിതത്തെക്കുറിച്ചും കരിയറിനെ കുറിച്ചും ജീവിതത്തിൻ്റെ പല പല ആസ്പെക്ട്സിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ, അതായത് വർഷങ്ങളോളം ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ എഴുതാൻ പറ്റുന്ന കണക്കുള്ള ഡയലോഗ്സ്. അപ്പം അങ്ങനത്തെ ഒരു സിനിമയാണ് മോളിവുഡ് ടൈംസ്. ഞാൻ ആദ്യം ഈ പടത്തിന്റെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊരു പാപ്പറാസി ക്യാരക്ടറാണെന്ന് വിചാരിച്ചു. നസ്ലിന്റെ ക്യാരക്ടർ പാപ്പറാസി ആയിരിക്കും. മോളിവുഡ് ടൈംസിനെ കേട്ടപ്പോൾ ചിലപ്പോൾ മഞ്ഞപ്പത്രമായിരിക്കും, അല്ലെങ്കിൽ നീലക്കൂലി കണക്കുള്ള എൻ്റെ എന്തെങ്കിലും ഒരു ചാനലായിരിക്കും. അപ്പം അതിലൊരു റിപ്പോർട്ടറോ അതിലൊരു പാപ്പറാസിയാണ്, സോറി നസ്ലിൻ എന്നൊക്കെയാണ് ക്യാരക്ടർ ആയിരിക്കും എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷേ ഇതൊരു ട്രിബ്യൂട്ട് ടു സിനിമയാണ്, ഇതൊരു ഓട്ട് ടു സിനിമയാണ്. അതായത് ഒരു സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ട്രിബ്യൂട്ട്സിലൊന്നും. പക്ഷെ ട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ സിനിമ ഇൻഡസ്ട്രിയെ വാഴ്ത്തിപ്പാടുന്ന ഒരു 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 സിനിമ അല്ല. ഇഷ്ടംപോലെ കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ള ഗ്രേ ഏരിയാസ്, ഡാർക്ക് ഏരിയാസ്, അല്ലെങ്കിൽ ചതികൾ അല്ലെങ്കിൽ വഴിത്തിരിവുകൾ. ചതികൾ എന്ന് പറയുന്നതിനേക്കാൾ ഒരു ലോകത്ത് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്ന സാധ്യതകൾ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ രസകരമായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേ കണക്ക് തന്നെ നമുക്കത് തോന്നുകയും ചെയ്യും. നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അതായത് ഒരു റൈറ്റർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ കടന്നു പോകാൻ സാധ്യതയുള്ള എല്ലാ ആസ്പെക്ട്സും അതിനകത്ത് മനോഹരമായിട്ട് കാണിക്കുന്നുണ്ട്. ജേക്സ് പിജോയുടെ മ്യൂസിക് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കാരണം ഇത്രയ്ക്ക് നമ്മൾ കഥയിലും ഈ ഫിലോസഫീസിലും ഈ ഡയലോഗ്സിലും ഇമേഴ്സ്ഡ് ആയിപ്പോയി ഞാൻ. അതുകൊണ്ട് തന്നെ വേറെ കുറേ കാര്യങ്ങൾ, അതായത് സിനിമാറ്റോഗ്രഫി എങ്ങനെ ഇരുന്നു, അല്ലെങ്കിൽ മ്യൂസിക് എങ്ങനെ ഉണ്ടായിരുന്നു, ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് വേണം പറയാൻ. അത്രയ്ക്ക് ഇമേഴ്സീവ് ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്, അത്രയ്ക്ക് ഇമേഴ്സീവ് ആയിട്ടുള്ള, അതായത് നമുക്ക് യു വിൽ ഫീൽ ഫോർ നസ്ലിൻ്റെ ക്യാരക്ടർ, വിനീത് മാധവൻ ക്യാരക്ടറിൽ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ചില വീക്ക് പോയിന്റ്സ് ഉണ്ട്, ചില ഓവർ ദ ടോപ്പ് സംഭവങ്ങൾ, എക്സാജറേറ്റഡ് സംഭവങ്ങളുണ്ട്. വിനീത് ശ്രീനിവാസൻ ഉണ്ട് കേട്ടോ. വിനീത് ശ്രീനിവാസന്റെ അഭിനയം വീണ്ടും എല്ലാ സിനിമയും ഒരേ കണക്കാണ് പുള്ളി. അപ്പം അത് ബാക്കി എല്ലാവരും നല്ല സ്ട്രോങ് പെർഫോമൻസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇത് വീണ്ടും ഭയങ്കര ലൈറ്റായിട്ട് എടുത്തിട്ട് ചുമ്മാ ചെയ്ത് പോകുമ്പോൾ വിനീത് ശ്രീനിവാസന്റെ പല പടങ്ങളിലും അതിരടിയിലും ഇതിലും മോളിവുഡ് ടൈംസിലൊക്കെ ഇങ്ങനെ തോന്നി. കാരണം പുള്ളി ഇത് വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന പോലെ, പുള്ളി ആക്ട് ചെയ്ത് പുള്ളി ഒരു ലാർജർ ദാൻ ലൈഫ് പെർസോണ ആണെന്ന് വിചാരിച്ചിട്ട് അഭിനയിക്കാൻ വരുമ്പോൾ ആ ക്യാരക്ടറിനെ വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന ആൾക്ക് എനിക്കൊരു തോന്നൽ. പുള്ളി ചിലപ്പം ആത്മാവ് ശ്രമിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഇറ്റ് ഡസൻ റിഫ്ലക്ട് ഓൺ സ്ക്രീൻ അൺഫോർച്ചുനേറ്റ്ലി. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പലപ്പോഴും. ഇതിലും അങ്ങനെ തോന്നി. വിനീത് ശ്രീനിവാസനെ അഭിനയിപ്പിക്കണമായിരുന്നു എന്ന് തന്നെ തോന്നി. പിന്നെ ഇനിയിപ്പം അതാ പറഞ്ഞ ഇപ്പം ഓക്കെ ഫൈൻ. പക്ഷെ എന്നാലും വിനീത് ശ്രീനിവാസന്റെ എപ്പോഴും ഒരേ കണക്കുള്ള അഭിനയം പോലെ തോന്നുന്നു മിക്ക സിനിമകളിൽ. അത് ചെറിയ വീക്ക് പോയിന്റ് ആയിട്ട് തോന്നി. പക്ഷെ അല്ലാതെ ഒരു ഓവറോൾ സംഭവം എടുക്കുവാണെങ്കിൽ
ഇച്ചിരി നീളം കൂടുതൽ കൂടെയാണ് പടം കേട്ടോ. ഇച്ചിരി ഇച്ചിരി വേണമെങ്കിൽ കുറച്ച് കട്ട് ഷോട്ട് ചെയ്യാമായിരുന്നു. 2:50 ഉണ്ട്, 2 മണിക്കൂർ 50 മിനിറ്റ് ഉണ്ട് ഓൾമോസ്റ്റ്. കുറേയൊക്കെ കട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. കുറച്ചെങ്ങനെയെങ്കിലും ഈ കൺഫ്യൂഷൻസ് കുറച്ച് കുറയ്ക്കാമായിരുന്നു, അല്ലെങ്കിൽ ഈ ലെങ്ത് കുറച്ച് കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നി. കുറച്ച് ക്രിസ്പാക്കാമായിരുന്നു എന്ന് തോന്നി പറയാൻ സാധ്യതയുള്ള, പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ, അത് എന്തുകൊണ്ട് സംഗീത് പ്രതാപൻ്റെ ക്യാരക്ടറിന് പകരം ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ എന്തുകൊണ്ട് അത്ര പ്രാധാന്യം കൊടുത്തില്ല എന്ന് ഞാൻ ആലോചിക്കുകയാണ് ഇപ്പോൾ. അതെന്താണ് കാരണം ഒരുപക്ഷെ ഒന്നുകൂടെ ആലോചിക്കേണ്ടി വരും. കാരണം പടത്തിന് തുടക്കം അങ്ങനെയാണ്. ഇപ്പം 1 vs 1 കാണിക്കണമായിരുന്നെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ കാണിക്കാമായിരുന്നു. പിന്നെ ഉദയനാണ് താരം. ഉദയനാണ് താരം സിനിമ നിങ്ങൾക്ക് ഓർമ്മ വരും. അതിന് ചില പാരലൽസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷെ അതൊരു സിനിമ കഥ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ വന്നു പോയതാവാം. ഒരു രീതിയിലും കോപ്പിയടിയൊന്നുമല്ല, ഞാൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്. കോപ്പിയടിയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമയ്ക്കകത്ത് ഒരാൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞതല്ല, അത് നമുക്ക് ഓർമ്മ വരും കുറച്ച് പാരലൽസ്. പിന്നെ ഇതൊരു ട്രിബ്യൂട്ട് സിനിമ ആയതുകൊണ്ട് ഇവർ മെൻഷൻ ചെയ്യുന്ന ഡയറക്ടേഴ്സ്, ഫിലിംസ്, പിന്നെ മീംസ്, അത് ലിയോനാർഡോ കാപ്രിയോ കസേര ഇരുന്നിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണിക്കുന്നു. മൊത്തത്തിൽ കുറച്ച് ഡീറ്റെയിലിംഗ് ഉള്ള പടമാണ്. ഒരു രസകരമായ സംഭവങ്ങളോട് കടന്നു പോകുന്ന റെഫറൻസസും ഡീറ്റെയിൽസും ഉള്ള ഒരു സിനിമയാണ്. നസ്ലിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. വളരെ സട്ടിലായിട്ടുള്ള, ഓൾമോസ്റ്റ് ഒരു മോഹൻലാൽ ലെവൽ വരുന്ന കണക്കുള്ള ഒരു സട്ടിൽ അഭിനയം കാഴ്ചവെക്കുന്ന ഒരു സിനിമയാണ് നസ്ലിൻ്റെത്. ഞാൻ നേരത്തെ കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് എന്ന് പറയാൻ കാരണം അഭയ് സുന്ദർ നായിക്കിൻ്റെ ആണോ രാമചന്ദ്രൻ്റെ ആണോ എന്നറിയത്തില്ല, പ്രോബബ്ലി ബോത്ത്. അവരുടെ ഒരു ചിന്താ രീതി എന്ന് വെച്ചാൽ നമ്മൾ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇതാണ് പറയാൻ പോകുന്നത് എന്ന് വിചാരിക്കുമ്പോൾ ഇതായിരിക്കത്തില്ല സംഭവിക്കുന്നത്, ഇതായിരിക്കത്തില്ല പറയുന്നത്. അത് ദാറ്റ് കംസ് ഫ്രം എക്സ്പീരിയൻസ്. അതായത് അല്ലെങ്കിൽ വേറിട്ട് ചിന്തിക്കാൻ ഒരുപാട് ശ്രമിക്കുമ്പോൾ, ഡെലിബറേറ്റ് ആയിട്ട് വേറിട്ട് ചിന്തിക്കുമ്പോൾ സംഭവിക്കുന്ന ബ്രില്യൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ അഭയ് സുന്ദർ നായിക്കിന് പറയാനുള്ള, അല്ലെങ്കിൽ രാമചന്ദ്രന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിനകത്തൊരു സീനുണ്ട്, ഒരു പാട്ടിനിടയ്ക്ക് വരുന്നൊരു സീനാണ്. ഈ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ഒന്ന് ഫോൺ എടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് നസ്ലിൻ്റെ ക്യാരക്ടർ വന്നിട്ട് ഇങ്ങനെ വെടിവെക്കുന്നു. അതായത് ഒരു ഫാൻറ്റസി പോലെ കാണിക്കുന്ന സീക്വൻസ് ആണ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ഒരു ഫിലിം ജേർണലിസ്റ്റ് സിനിമ ഇൻഡസ്ട്രിയെ പറ്റി ഒരു ബുക്ക് എഴുതുന്നു, അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയെ പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതുന്നു, റിസർച്ച് ആയിട്ടുള്ള ആർട്ടിക്കിൾ എഴുതുമ്പോൾ, അതായത് അതിൻ്റെ സിനിമയിലെ ഉള്ളുകളികൾ, സിനിമയിലെ ഫിനാൻസസ്, അങ്ങനത്തുള്ള കാര്യങ്ങളെപ്പറ്റി എഴുതുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഔട്ട്പുട്ടാണ് ഈ സിനിമയിൽ കുറച്ച് ഭാഗങ്ങളിൽ. അത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരുപാട് സംഭവങ്ങൾ പറയുന്നുമുണ്ട്. അതായത് റോഷൻ ഷാനവാസിൻ്റെ ക്യാരക്ടർ, നസ്ലിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ റോഷൻ ഷാനവാസിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പുള്ളി ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിലാണ്. പുള്ളിയുടെ കാസ്റ്റ് ബേസിസിൽ പുള്ളിയെ പലരും നോക്കിക്കാണുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ള വിഷമമാണ് ക്യാരക്ടറിനുള്ളത്. അപ്പോൾ ആ ക്യാരക്ടർ, അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉള്ള ഒരു ക്യാരക്ടർ പക്ഷേ സക്സസ്ഫുൾ ആയാലും പുള്ളിയെ ഇപ്പോഴും ആൾക്കാർ കാണുന്ന ഒരു കാസ്റ്റിൻ്റെ ബേസിൽ കാണുന്നു, കാസ്റ്റിൻ്റെ ബേസിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ആ ക്യാരക്ടർ ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എന്ന രീതിയിൽ സിനിമയിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ അവസാനം പുള്ളി മനസ്സിലാകുന്നുണ്ട് അതങ്ങനെ അല്ലെന്ന്. അപ്പോൾ ആ ഒരു ജേണി, അതായത് പല ക്യാരക്ടേഴ്സ്, അത് ഏത് ക്യാരക്ടറാണെങ്കിലും ആ ഒരു ഡെപ്ത് ഉണ്ട്. ഇപ്പം നസ്ലിൻ്റെ ക്യാരക്ടറിനാണെങ്കിലും, റോഷൻ ഷാനവാസിൻ്റെ ക്യാരക്ടറിനാണെങ്കിലും, അങ്ങനെ ജഗദീഷിൻ്റെ ക്യാരക്ടറാണെങ്കിലും, ഈ ഷറഫുദ്ദീൻ്റെ കൊച്ചിലത്തെ ക്യാരക്ടറാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഒരു ഡെപ്ത് ഉണ്ട്, ഒരു ജേണി ഉണ്ട്, ഒരു ആർക്കുണ്ട്. അതൊക്കെ തോട്ട്ഫുള്ളി ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഇൻറ്റൻഷൻസ് ഓണസ്റ്റാണ്, വർക്ക് ഓണസ്റ്റാണ്, തോട്ട്ഫുള്ളാണ്, കൗണ്ടർ ഇൻറ്റ്യൂറ്റീവ് ആണ്, പെയിൻസ്റ്റിക്കിംഗ്ലി ബിൽറ്റാണ് ക്യാരക്ടേഴ്സ്. എന്നിരുന്നാലും നമ്മൾ സിനിമ വിട്ടിറങ്ങുമ്പോൾ ഒരു ക്ലാരിറ്റിയോടെ അല്ല ഇറങ്ങുന്നതെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, അതായത് കുറേ ആലോചിക്കേണ്ടി വരുന്നു. ഒരു പക്ഷേ അതൊരു ഗുണമായിട്ട് കണക്കാക്കാം. അതുകൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റിൻ്റെ കുറേ ഭാഗത്ത് കുറേ കൺഫ്യൂഷൻസും കുറേ കൺവല്യൂഷൻസും കുറേ ട്വിസ്റ്റും ഉണ്ട്. അത് കുറച്ചുകൂടി സിമ്പിളാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. പക്ഷേ ഓവറോൾ ഇറ്റ്സ് എൻ അബവ് ആവറേജ് ഫിലിം. ഇറ്റ്സ് എ വെരി ഡീറ്റെയിൽഡ് ഫിലിം. 3 stars out of 5 from Hollywood Times. Thanks for watching. Bye.